3, 2, 1, go! എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ സ്കിൻ കെയർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു മോയ്സ്ചറൈസറാണ്. എനിക്കൊരു സെറമും ഒരു സൺസ്ക്രീം അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോയിൽ. അങ്ങനെ അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാൻഡ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റാണ്. ദാറ്റ്സ് മൈ ഫേവറേറ്റ് ഒരു ഹാൻഡ് ക്രീമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൺഡേയ്സിലാണ് ഞാൻ കാല് തേച്ച് കുളിക്കുക. ഓരോരോ ടിപ്പുകൾ ഞാൻ നോക്കി ഉണ്ടാക്കി തലയിൽ തേക്കും. ഇതിൽ ചേർത്തേക്കുന്ന ഒരു ആഡ്സ് ഗുഡ്നെസ്സിൻ്റെയും റോസ് വാട്ടോ നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഡേം ഡോക്കിൻ്റെ 5% നിയാസിനമൈഡ് സിറം ഒരു നല്ലൊരു സിറമാണ്. ഇപ്പോഴും തേക്കാറുണ്ട്. അത് എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. അത് ഞാൻ എന്നും എൻ്റെ മുഖത്ത് തേക്കും മുടക്കാതെ. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീമും തേക്കും. അതിലെനിക്ക് വിഷമം ഇത് കണ്ടപ്പോൾ ഞാൻ ഒട്ടും ക്ലീൻ ആക്കിയിട്ടില്ല. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് എല്ലാം എടുക്കാൻ മറന്നുപോയി. ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഇപ്പോൾ വന്നോണ്ടായതെടുക്കാൻ ഞാൻ മറന്നുപോയി. ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാം. അത് ഒരിക്കലും എടുക്കാൻ മറക്കില്ല. എന്തായാലും ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചാൽ ഇവിടെ കണ്ട നേരെ പോയത് ഈ ആർട്ട് ഐറ്റംസിലായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നും ആർട്ട് ഉണ്ടായില്ല. ഞാൻ ആകെ ഒരു ഗ്ലൂ സ്റ്റിക്ക് എടുക്കാൻ മറന്നുള്ളൂ. ബാക്കിയുള്ളത് എടുക്കാൻ മറന്നു. ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കൈ കഴിച്ചാണ് എനിക്ക് ഇൻഹേലർ. അപ്പോൾ നമുക്ക് എന്താ വാങ്ങിയെന്ന് കാണണം. നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഞാൻ എന്താ വാങ്ങിയെന്ന്. ഞാനെന്നുള്ളൊരു വ്യക്തി വാങ്ങാൻ പോയത് വേറെ സാധനമായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് ഇതൊക്കെയായിരുന്നു. ഞാൻ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങാം എന്ന് പറഞ്ഞായിരുന്നു പോയത്. പക്ഷേ ഇതെല്ലാ ക്രാഫ്റ്റിൻ്റെ ഐറ്റം തീർന്നു പോയി. അപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഗ്ലൂ സ്റ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. പശകൾ കുറേ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളുടെ കയ്യിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഗ്ലൂ സ്റ്റിക്ക് മാത്രമേ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ക്യാൻവാസ് വലിയതൊക്കെ ഉണ്ട്. ബട്ട് ചെറുത് ഈസ് നോട്ട് ദ. അപ്പോൾ എനിക്കത് വാങ്ങാൻ വലിയ ക്യാൻവാസ് അത്രയും വാങ്ങണമെന്ന് ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ എല്ലായിടത്തും ഇപ്പോൾ വലിയത് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ വാങ്ങി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാണ്. ഈ രണ്ട് ഗ്ലൂ സ്റ്റിക്ക് എൻ്റെ ഒരെണ്ണം ഉണ്ടായത് കാണാനില്ല. പിന്നെ വെച്ചത് കാണാനില്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലൂ സ്റ്റിക്ക് വാങ്ങി. പിന്നെ ഇൻഹേലർ വാങ്ങി. ഇത് പണ്ട് എനിക്ക് ഉണ്ടായിട്ട് 2 ഉണ്ടായേ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മണക്കാൻ. എനിക്കിപ്പോൾ ജലദോഷം കൂടി ആയതുകൊണ്ട് റെസിസ്റ്റൊക്കെ പോകും. ജലദോഷമായിട്ടോ ജലദോഷം ആയതുകൊണ്ട് നമുക്കത് ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇത് 2 പേനായിട്ട് നല്ലൊരു പേനാണ് എക്സോയുടെ. പിന്നെ ഇതൊരു ബോൾ പെന്നാണ്. ബ്ലാക്ക് കളർ നമ്മൾ തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇത് ഞാൻ കുറേ പ്രാവശ്യം വാങ്ങണം പിന്നെ പിന്നെ വാങ്ങാല്ലേ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ വിചാരിച്ചിരുന്നത്. കാരണം ഇത് ഞാൻ ഇതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇനി യൂസ് ചെയ്ത് അത് കൊള്ളില്ലാണ്ടായപ്പോൾ ഞാൻ അത് മൊത്തം കളയണ്ടെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞങ്ങൾ പിടിച്ചു. ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന കേട്ടോ. എന്തായാലും നമുക്ക് തുറന്നു നോക്കിയാലോ, അൺബോക്സ് ചെയ്താലോ. ഞാൻ അതൊട്ടും കണ്ടല്ലോ. ഞാൻ അതൊട്ട് വാങ്ങിയത്. ഞാൻ ഒരു മരുന്നിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അത് പൊടി ചിലപ്പോൾ ഞാൻ ആവില്ല. ഇപ്പം നമ്മളൊരു ഐസ്ക്രീം മോൾഡ് വാങ്ങിയിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഓരോ ഫ്രൂട്ട് അരച്ചാണ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കണത്. അത് കാരണം ആവുന്നില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. നോക്കി എനിക്ക് എന്ത് കിട്ടിയാലും കുത്തി പറിക്കണം. ഇത് കാരണം എനിക്കത് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര മടി. ചില സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇത് മറ്റേ ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നേ എന്താ ചാടി പോകുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 40 രൂപ. ബട്ട് അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ എന്നൊക്കെ കിട്ടില്ലേ. എന്ത് കവറിട്ട. ഓക്കെ, ഞങ്ങൾക്ക് നെക്സ്റ്റിലോട്ട് കിടക്കാം. പാസ്ത ട്രീറ്റിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് പാസ്തകൾ. എൻ്റെ ഒരു യൂട്യൂബിൽ വീഡിയോസ് കണ്ടാണ് ഞാൻ കുറേ ഉണ്ടാക്കുന്നത്. ദിസ് ഇസ് ഫൈൻ. ഇത് ഞാൻ ട്രൈ ചെയ്യാത്തൊരു ഫേവറാണ്. അപ്പോൾ ഞാൻ വെച്ച് ട്രൈ ചെയ്യാം. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ തീർന്നിട്ട് ഒരാഴ്ചയായി. എനിക്കിപ്പോൾ ഇതില്ലാതെ പറ്റുന്നില്ല. കാരണം ഭയങ്കര വെയിലാണ് ഇപ്പം. അപ്പോൾ എനിക്ക് സൺസ്ക്രീൻ തപ്പിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എനിക്ക് ഇത് കിട്ടി. എനിക്ക് ഫേസ് വാഷും തീർന്നുണ്ടായി. ഇത് 2 കിട്ടി. ഞാൻ ആദ്യം വാങ്ങിയത് ഒരു സൺസ്ക്രീമാണ്. മാമഅർത്തിൻ്റെ കേട്ടോ. നല്ലൊരു സൺസ്ക്രീമാണെന്ന് തോന്നുന്നുണ്ട്. യൂസ് ചെയ്തിട്ടില്ല മാമഅർത്ത്. പിന്നെ ഞാൻ വാങ്ങിയത് ഹിമാലയയുടെ പുതിയൊരു ഫ്ലേവർ ഫേസ് വാഷാണ്. ഇതെനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പിടുത്തത്തിലേക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്ലൈ ചെയ്യാൻ ഫേസിൽ. പിന്നെ എൻ്റെ പണ്ടും ഇന്നും ഫേവറേറ്റ് സ്കൂൾ ബെല്ലേഴ്സ് ബോൾ സ്ക്രിപ്റ്റ്സ്. ഇത് കിൻഡർ ജോയുടെ ബോളില്ല, അതാണ് ഇത് പറഞ്ഞത്. കിൻഡർ ജോയ് പറഞ്ഞു. പിന്നെ നമ്മുടെ ചിക്കൻ കോർണർ
പ്രോമിസിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. മറ്റേ ചിക്കൻ ഡിലൈറ്റിൻ്റെ ഒരു സൂപ്പ്. ബാക്കി യോഗേർട്ട് ഐസ്ക്രീംസ് അങ്ങനെയൊക്കെ അപ്പം തന്നെ തിന്നു. അപ്പം ഇത്രയാണ് ഹിമൻ്റെ ഇപ്പോഴുള്ളത്. അപ്പോൾ ബൈ. അല്ല ബൈ. അങ്ങനെ കട്ടയിൽ പോയി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മൂത്ത ഐസ്തേ കയറിയത്. എന്താണ് ഐസ്ത ഞങ്ങളെ അവര് പറഞ്ഞേക്കുന്നത് ഗൈസ് നമ്മൾ ഏതൊരു പൊട്ടത്തരാണ്. അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിട്ട് നമ്മളത് വായിച്ചില്ലാതെ നമ്മൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി. എല്ലാം മനസ്സിലായിരിക്കും, എല്ലാം മനസ്സിലായിട്ടോ അവര്. നമുക്ക് അവിടെ വേന്തിപ്പിക്കാൻ പറ്റില്ല. അമൂലിന്റെ സ്ട്രോബെറി നമ്മൾ എന്താ ഉണ്ടാക്കിയാലും ഇങ്ങനത്തെ ഒരു പണിയാവും. അമ്മ തല്ലുള്ള പണി ഉണ്ടാക്കിണ്ട് പാത്രം കത്തിപ്പോയി. ഉള്ളല്ലേ മെയിൻ. ആ മീൻ എന്നാ മതി. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര പണിയൊക്കെ എടുക്കൂട്ടോ. ശരിക്കും നിങ്ങളുടെ അച്ഛനെ അറിയില്ല, പല പല വീട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് ഉണ്ടാക്കിയല്ലേ ഡാഡിയും? മോന് തന്റെ യൂട്യൂബാണ്. നാളെ തന്നെ അച്ചിക്കുട്ടന്റെ കുക്ക് അമ്മ ചുമുക്ക് അമ്മ ഈ കലക്ക് നിന്നെ കണ്ടാലേ നോമ്പിൻ തള്ളാലെ വാക്ക് തീർന്നേ. ഗൈസ് മിക്സ് ചെയ്ത് തെറിച്ച് പൊട്ടിത്തെറിച്ചെണ്ണം പോയി. ഗൈസ് കഴിഞ്ഞ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഇട്ടാ. അച്ഛൻ ഭയങ്കര ഉണ്ടാക്കണ കേട്ടോ. നമുക്ക് അവിടെ അതുണ്ടാക്കുമ്പോഴേക്ക് നല്ല ബട്ടറിന്റെ മണമുള്ള യുപ്പി പാസ്ത നമുക്ക് ഉണ്ടാക്കാം. ഗൈസ് അവിടെ എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം. അവിടെ ഒരാളുണ്ട്, നമുക്ക് പോയി നോക്കാം. റെഡിയായോ? മോൻ ഇത്രയും ക്രീമി പാസ്ത, കരിഞ്ഞു പോയ പാസ്തേനെ അവൻ ഇങ്ങനെയൊക്കെ എടുത്തു. വേൾഡ് ആൻഡ് മൈ ബോയ്. നമ്മളത് ഉണ്ടാക്കിയുണ്ട് കരിഞ്ഞ, പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയാലും പറയല്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ പറയണ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൊരു ചെറിയൊരു കുട്ടിയുടെ ലൈഫ് അല്ലായിരുന്നു. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ.